അങ്ങനെ യൂസ്ഡ് ഐഫോൺസിൻ്റെ മറ്റൊരു എപ്പിസോഡ്. കഴിഞ്ഞ വർഷം നമ്മൾ ഇതേ സമയം ഒരു iPhone 12 mini ആയിരുന്നു പർച്ചേസ് ചെയ്തിരുന്നത്. എന്നാൽ ഈ വർഷം നമ്മൾ 2 iPhone പർച്ചേസ് ചെയ്തിട്ടുണ്ട്, 2 യൂസ്ഡ് ഐഫോൺസ്. അതാണ് ഈ ഒരു ബോക്സിൽ വന്നേക്കുന്നത്. ഇതിലൊരു iPhone 12ഉം ഒരു 12 Proയും ആണുള്ളത്. അപ്പോൾ ഇത് എവിടെ നിന്ന് പർച്ചേസ് ചെയ്തു, ഇതിൻ്റെ അൺബോക്സിംഗ് ഫുൾ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യുന്നത്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ വർഷം നമ്മൾ പർച്ചേസ് ചെയ്ത അതേ സ്ഥലത്തു നിന്നാണ്, എടപ്പള്ളിയിലെ ആപ്പ് സ്റ്റോർ. എടപ്പള്ളിയിലുള്ള പത്തടിപ്പാലം മെട്രോ സ്റ്റേഷൻ്റെ താഴെ പില്ലർ നമ്പർ 351 അതിന് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഷോപ്പാണ് നമ്മുടെ ഈ ഒരു ആപ്പ് സ്റ്റോർ. സോ ഇതേ സ്റ്റോറിലാണ് നമ്മൾ കഴിഞ്ഞ വർഷം ഐഫോണിൻ്റെ സ്റ്റോറേജ് അപ്ഗ്രേഡ് ചെയ്തത്. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. സോ നിങ്ങളുടെ ഡിവൈസ് ഷോർട്ട് സ്റ്റോറേജ് ആണ്, 64 128 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഡിവൈസിൻ്റെ മോഡൽ അനുസരിച്ച് നിങ്ങൾക്കത് 256 512 GB സ്റ്റോറേജ് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും. സോ ആപ്പിൾ സർവീസിൻ്റെ കാര്യത്തിൽ ആപ്പ് സ്റ്റോർ എന്ന് പറയുന്നത് അവർക്ക് A to C സർവീസ്, ആപ്പിളിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ പ്രോഡക്റ്റുകളുടെയും സർവീസ് ഇവർക്കുണ്ട്. സർവീസിൻ്റെ കാര്യത്തിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്, വളരെ സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള സർവീസാണ്. ഇത് പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല, എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. സോ ഡെഫിനറ്റ്ലി ചെക്ക് ദം ഔട്ട്. അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള സകല ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇനി ഇത് അൺബോക്സ് ചെയ്യാം. വളരെ സെക്യൂർ ആയിട്ട് തന്നെയാണ് പാക്ക് ചെയ്തേക്കുന്നത്. സോ ഇത് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയാണ് സാധനം ഇരിക്കുന്നത് ഇതിനകത്ത്. ഇതാണ് നമ്മളുടെ ഐഫോൺ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, iPhone 12 ആണ് ഫസ്റ്റ് ഇരിക്കുന്നത്. ഓക്കെ, എടുത്ത് കാണിച്ചു തരാം. iPhone 12. അതോടൊപ്പം തന്നെ നമ്മളൊരു ആപ്പിളിൻ്റെ ചാർജറും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് ആപ്പിളിൻ്റെ ഒറിജിനൽ ചാർജറാണ് ഇതും. പിന്നുള്ളത് iPhone 12 Pro ആണ്. നിങ്ങൾക്കിവിടെ കാണാം, iPhone 12 Pro. ഇത് ഫുൾ കേസ് ബോക്സ് ആണ്. നമുക്ക് അതിനകത്ത് കേബിളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ iPhone 12 Pro, iPhone 12 ആൻഡ് ആപ്പിളിൻ്റെ 20W ചാർജർ, ഇത്രയും കാര്യങ്ങളായിരുന്നു ഞാൻ പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഇനി നമുക്ക് ഡിവൈസ് അൺബോക്സ് ചെയ്യാം. ആദ്യം നമുക്ക് iPhone 12 Pro എന്ന് തുടങ്ങാം. ഇതതിൻ്റെ ഒറിജിനൽ ബോക്സിംഗ് ആണ്. ഒറിജിനൽ ഐഫോണിൻ്റെ സെയിം ബോക്സിങ് തന്നെയാണ്. ഇത് പക്ഷേ ഡിഫറെൻ്റ് ആണ്, കാരണം ആ കളർ ഞാൻ കാണിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ iPhone 12 Pro ഉണ്ട്. ഇതിനകത്ത് അതിൻ്റെ ഒറിജിനൽ കേബിളുണ്ട്. അതാണ് ഇതിനകത്തുള്ള ഒരു ആകെ ഒരു അഡ്വാൻറ്റേജ്. ഇതിൽ കേബിളില്ല, ഇതിൽ ഒറിജിനൽ കേബിളുണ്ട്. അപ്പോൾ ലൈറ്റ്നിങ് ടു ടൈപ്പ് C കേബിളാണിത്. അതുകൊണ്ടാണ് ഞാൻ ഒരു 20W അഡാപ്റ്റർ ഞാൻ വാങ്ങിയത്. 20W അഡാപ്റ്റർ നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ്, ചീപ്പ് പ്രൈസിങ്ങിൽ. ഇപ്പോൾ എന്തോ ഡിസ്കൗണ്ട് ഓഫറോ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ലിങ്ക്, ഞാൻ ഉപയോഗിക്കുന്ന തേർഡ് പാർട്ടി ആൻഡ് ഫസ്റ്റ് പാർട്ടി ആപ്പിളിൻ്റെ ആക്സസറീസിൻ്റെ ലിങ്ക് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അവിടെ പോയി ചെക്ക് ചെയ്യാനാണ്. അപ്പോൾ ഇനി നമ്മുടെ ഡിവൈസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ iPhone 12 എന്ന് പറയുന്നത് 2020 റിലീസ് ചെയ്ത മോഡലാണ്. 4 മോഡൽസ് ഉണ്ടായിരുന്നു. iPhone 12, 12 Pro, 12 Pro Max, 12 mini, ഈ 3 മോഡലായിരുന്നു. ആദ്യമായിട്ട് ഐഫോണിൻ്റെ ലൈനപ്പിൽ ഏറ്റവും ആദ്യമായിട്ട് 5G സപ്പോർട്ട് ചെയ്യുന്ന ഐഫോണുകളാണ് iPhone 12 അല്ലെങ്കിൽ 12 ലൈനപ്പിലുള്ള എല്ലാ ഡിവൈസും. അതിനുശേഷം ഇറങ്ങിയ എല്ലാ ഡിവൈസുകളും നമുക്കറിയാം 5G ഉണ്ട്. യൂസ്ഡ് ഐഫോൺസ് നമ്മൾ വാങ്ങുമ്പോൾ ഇപ്പം ഷോപ്പിൽ പോയി വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത്, കാരണം നമുക്ക് നേരിട്ട് ഡിവൈസ് കണ്ട് കാര്യങ്ങളൊക്കെ നോക്കി, സ്ക്രാച്ചസ് ഉണ്ടോ കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഇനിയിപ്പം നിങ്ങൾ വളരെ ട്രസ്റ്റബിൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഉള്ള സ്ഥലത്തേക്ക് ഇത് വരുത്തിക്കാവുന്നതാണ്. എന്നാലും ഇതിൽ വാങ്ങുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും മിക്ക ആൾക്കാരും ചെയ്യുന്ന ഒരു മെയിൻ മിസ്റ്റേക്കാണ്. നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ യൂസ്ഡ് ഐഫോൺസ് ബയേഴ്സ് ഗൈഡ് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു അപ്ഗ്രേഡഡ് അല്ലെങ്കിൽ ലേറ്റസ്റ്റ് വേർഷൻ നമ്മൾ 2-3 മാസം മുന്നേ ചെയ്തിട്ടുണ്ട്. അത് ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. പക്ഷേ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് പറയാൻ പറ്റുന്ന 2-3 കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിൽ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, ഫോൺ നോക്കും, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കും, എല്ലാം നോക്കും. പക്ഷേ അതിനകത്ത് ആപ്പിൾ ID, പ്രീവിയസ് ഓണറിൻ്റെ ആപ്പിൾ ID സൈൻ ഇൻ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ പ്രീവിയസ് ഓണറിൻ്റെ ആപ്പിൾ അക്കൗണ്ടിൽ നിന്ന് ഈ ഒരു ഡിവൈസ് റിമൂവ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പ് വരുത്തണം. അത് ഉറപ്പ് വരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ സെറ്റിങ്സ് എടുക്കുക. ഇപ്പം ഇതുപോലെ ഡിവൈസ് ഓപ്പൺ ആണെങ്കിൽ നമ്മൾ സെറ്റിങ്സിൽ പോവുക. അതിൽ ട്രാൻസ്ഫർ ആൻഡ് റീസെറ്റ് ഐഫോൺ എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് ഏറ്റവും താഴെ ഇറേസ് ഓൾ കണ്ടന്റ് ആൻഡ് സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ, ഇത് നിങ്ങൾ ടാപ്പ് ചെയ്തതിന് ശേഷം ഡിവൈസ് കംപ്ലീറ്റ്ലി ഒന്ന് റീസെറ്റ് ചെയ്യുക. കണ്ടിന്യൂ കൊടുക്കുക. ഡിവൈസിൻ്റെ പാസ്വേഡ് എന്തെങ്കിലും എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പാസ്വേഡ് ഇതുപോലെ ജസ്റ്റ് ടാപ്പിംഗ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഡിവൈസ് ഒന്ന് റീസെറ്റ് ചെയ്യുക. ഇതുപോലെ റീസെറ്റ് ചെയ്യുമ്പോൾ 2 ഗുണങ്ങളാണ്. ഒന്ന്, ആക്ടിവേഷൻ ലോക്ക് ഉണ്ടോ എന്ന് അറിയാൻ സാധിക്കും. അതായത് നമ്മൾ ഇതുപോലെ റീസെറ്റ് ഒക്കെ ചെയ്തിട്ട് സിം ഇടുമ്പം കാരിയർ ലോക്ക് ആയിട്ടുള്ള ഡിവൈസിലാണ് ആക്ടിവേഷൻ ലോക്കിലേക്ക് പോകും. 2, ആദ്യം പറഞ്ഞ പോലെ പ്രീവിയസ് ഓണറിൻ്റെ അക്കൗണ്ട് ഇതിലുമായിട്ട് ടൈപ്പ് ആണോ അല്ലെങ്കിൽ ലിങ്കപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫർദർ പോകാൻ സാധിക്കില്ല സെറ്റപ്പ് സ്ക്രീനിൽ, ആക്ടിവേഷൻ ലോക്കിലേക്ക് അതും പോകും. സോ ആ കാര്യങ്ങൾ 2 നമ്മൾ എപ്പോഴും ഉറപ്പുവരുത്തുക. അതിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മൾ ലാസ്റ്റായിട്ട് ഫൈനലൈസ് ചെയ്ത് ഈ ഡിവൈസ് വാങ്ങുമ്പോൾ നമ്മൾ കൺഫേം ചെയ്യാവുള്ളൂ. കാരണം ഈ ഒരു കാര്യം നമ്മൾ ഫിസിക്കലി ഡിവൈസ് ഓവറോൾ നോക്കിയിട്ട് നമ്മൾ വാങ്ങുമ്പോൾ നമ്മൾ ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കി ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോകും. ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കത്തില്ല. മിക്കപ്പോഴും പല ആൾക്കാർക്കും ഉണ്ടാകുന്ന ഒരു മിസ്റ്റേക്കാണ്. ആ ഒരു കാര്യം നമ്മൾ കൺഫേം ചെയ്യുക എപ്പോഴും. കാരണം നമുക്ക് അറിയത്തില്ലാത്ത ഏതെങ്കിലും സ്ഥലത്താണ് അല്ലെങ്കിൽ വെളിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വാങ്ങി നമ്മൾ ഇതുപോലുള്ള പണി മേടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ ഒരു സെറ്റപ്പ് സ്ക്രീനിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇതുപോലെ ഡിവൈസ് സെറ്റപ്പ് ചെയ്ത് തുടങ്ങാം.
വാങ്ങാവുന്നതാണ്. അപ്പോൾ നമുക്കറിയാൻ സാധിക്കും സിം ഇടുമ്പോൾ ആക്ടിവേഷൻ ലോക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളും. ഡിവൈസ് ഓവറോൾ നോക്കുമ്പം ഫിസിക്കലി നമുക്ക് കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. നമുക്കിവിടെ കാണാം നമ്മുടെ മ്യൂട്ട് ബട്ടൺ, അതോടൊപ്പം തന്നെ നമ്മുടെ വോളിയം ഫോക്കസ് കാര്യങ്ങളൊക്കെ വർക്ക് ആവുന്നുണ്ട്. ഇതിനെപ്പറ്റി ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിലെല്ലാ കാര്യങ്ങളും എങ്ങനെ ചെക്ക് ചെയ്യണം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഡിസ്പ്ലേയുടെ കാര്യത്തിലേക്ക് വരും. ഡിസ്പ്ലേ ഒറിജിനൽ ആണെന്നുണ്ടെങ്കിൽ ട്രൂ ടോൺ എനേബിൾഡ് ആയിരിക്കും. ഇനിയിപ്പം ട്രൂ ടോൺ നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ, ഇപ്പം ഡ്യൂപ്ലിക്കേറ്റ് ഡിസ്പ്ലേ ആണ് ഇട്ടേക്കുന്നതെങ്കിൽ നമുക്ക് ജനറൽസിൻ്റെ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ എബൌട്ടിൻ്റെ ഓപ്ഷനിൽ ഇവിടെ കവറേജ് എന്നുള്ളിടത്ത് ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആപ്പിൾ പാട്ട് എന്നുള്ള മറ്റൊരു ഓപ്ഷൻ കൂടെ വരും. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഐഫോൺ 12ൻ്റെ കാര്യത്തിലേക്ക് പോകാം. 12 ഈ ഒരു ബോക്സ് എന്ന് പറയുന്നത് ഗോൾഡൻ ബോക്സ് ആണ്. പക്ഷേ ഇത് ഗോൾഡ് അല്ല, കളർ പർപ്പിൾ ആണ്. ഐഫോൺ 12ൻ്റെ പർപ്പിൾ കളറാണ്. നല്ലൊരു കളർ തന്നെയാണ്, എനിക്കിഷ്ടമാണ് പർപ്പിൾ കളർ. പക്ഷേ നമ്മൾ ഐഫോൺ 14 പ്രോയുടെ പർപ്പിളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. അതിൻ്റെ ഡിഫറൻറ്റ് പർപ്പിളാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു പർപ്പിളും ആ ഒരു പർപ്പിളും തമ്മിൽ എന്തോരം ഡിഫറൻസ് ഉണ്ടെന്ന് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും. വെയിറ്റ് വൈസ് കമ്പയർ ചെയ്യുമ്പം വളരെ വ്യത്യാസമുണ്ട് നമ്മൾ ഐഫോൺ 12ഉം 12 പ്രോയും തമ്മിൽ. അതോടൊപ്പം നമ്മുടെ ഐഫോൺ 12 മിനി ആയിട്ട് നമുക്ക് ഞാൻ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല, വളരെ വലിയ വ്യത്യാസമുണ്ട്. പക്ഷേ ഈ 3 ഡിവൈസും അടിപൊളി ഡിവൈസുകളാണ്. ഇനി ഐഫോൺ 12ൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ മിക്കപ്പോഴും യൂസേഴ്സിന് ഉണ്ടാകുന്ന ഒരു പരാതിയാണ് ഇതുപോലുള്ള നോൺ പ്രോ മോഡൽസിൽ, എസ്പെഷ്യലി ഐഫോൺ 11, 10R, 12 പോലെയുള്ള ഡിവൈസുകളിൽ ഈ ബെസൽസ് അതോടൊപ്പം തന്നെ ക്യാമറയുടെ ഈ ഒരു മൊഡ്യൂൾ ഇതിൻ്റെയൊക്കെ കളർ അല്ലെങ്കിൽ പെയിൻറ്റ് പോകുന്നു അല്ലെങ്കിൽ സ്ക്രാച്ച് വീഴുന്നു എന്നുള്ളൊരു പരാതി. ഇപ്പം ഞാൻ ഈ ഒരു 12 മിനി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം ഒരു വർഷത്തെ അടുക്കാറായി. എനിക്കിതുവരെ യാതൊരു സ്ക്രാച്ചോ കാര്യങ്ങളോ അല്ലെങ്കിൽ പെയിൻറ്റ് പോയതായിട്ടോ എനിക്ക് എവിടെയില്ല. ഇത് ഞാൻ കേസ് പോലും ഇല്ലാതെയാണ് യൂസ് ചെയ്യുന്നത്. കേസ് ഇട്ട് യൂസ് ചെയ്യുന്നവർക്കും കേസ് ഇല്ലാതെ യൂസ് ചെയ്യുന്നവർക്കും ഈ ഒരു പരാതികൾ ഞാൻ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു ഡിവൈസിന് ഒരു സ്ക്രാച്ച് പോലും ഇല്ല. നിങ്ങൾക്കിവിടെ വളരെ വ്യക്തമായിട്ട് കാണാം ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ എവിടെയും പെയിൻറ്റ് പോയതായിട്ടോ എങ്ങുമില്ല. വളരെ നീറ്റായിട്ടുള്ള ഡിവൈസ് തന്നെയാണ് ഇത്, ഒരു കംപ്ലയിൻറ്റും ഇല്ല. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് നമ്മളുടെ ഡിവൈസ് ഏതും ആയിക്കോട്ടെ നമ്മൾ സൂക്ഷിച്ചാണ് ഡിവൈസിനെ ഉപയോഗിക്കുന്നതെങ്കിൽ അതും അതുപോലെ തന്നെ നമ്മളോടും പെരുമാറും. കാരണം നമുക്ക് ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ യാതൊരു ഡാമേജും ഇല്ലാതെ നമുക്ക് സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ അതുപോലെ തന്നെ നമ്മുടെ ഡിവൈസ് വൃത്തിയായിട്ടിരുന്നോളും. അല്ലാതെ ഉപയോഗിക്കുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ വീഴുന്നത്. അതോടൊപ്പം തന്നെ ഡിസ്പ്ലേയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് കാണാം ട്രൂ ടോൺ കാര്യങ്ങൾ എനേബിൾഡ് ആണ്. ഇനിയിപ്പം എന്തെങ്കിലും റീപ്ലേസ് ചെയ്തിട്ടുണ്ടോ എന്നറിയണമെന്നുണ്ടെങ്കിൽ ജനറൽസിൻ്റെ ഓപ്ഷനിൽ പോവുക. എബൌട്ടിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ റീപ്ലേസ്മെൻറ്റ് ഒന്നും തന്നെ കാണിച്ചിട്ടില്ല. വാറണ്ടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ്. ഇനിയിപ്പോൾ വാറണ്ടി വേണ്ട ഡിവൈസുകളാണെന്നുണ്ടെങ്കിൽ യൂസറിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമുക്ക് ചോദിച്ച് കാര്യങ്ങളൊക്കെ വാങ്ങാനാണ്. ഇനി ഐഫോൺ 12 ഇവിടെ നിങ്ങൾക്ക് കാണാവുന്ന പോലെ 128 GB ആണ്. അതോടൊപ്പം തന്നെ ഐഫോൺ 12 പ്രോ എന്ന് പറയുന്നത് 256 GB ആണ്. അപ്പോൾ 2023 12 എടുക്കണോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി വർത്ത് ബൈങ് ആണ്. കാരണം സ്റ്റിൽ 5G നമുക്ക് സപ്പോർട്ടഡ് ആണ്. നല്ല പെർഫോമൻസ് ആയിരുന്ന ഒരു ഡിവൈസാണ്. ബാറ്ററി കമ്പാരിറ്റീവ്ലി 13 സീരീസുമായിട്ട് നോക്കുമ്പോൾ കുറച്ച് കുറവാണെങ്കിലും പക്ഷേ സാധനം അടിപൊളിയാണ്. നമുക്ക് അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ വാങ്ങാൻ പറ്റുന്ന 2 ഡിവൈസുകളാണ് 12ഉം 12 പ്രോയും. അപ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണോ അത് നോക്കിയിട്ട് ഗെയിമിങ് കാര്യങ്ങളൊക്കെയാണ് കുറച്ചും കൂടെ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ 12 പ്രോ ആയിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അതല്ല നിങ്ങൾക്ക് ലൈറ്റ് യൂസേജ് അത്യാവശ്യം ക്യാമറ കാര്യങ്ങളൊക്കെ മതി എന്നുണ്ടെങ്കിൽ 12 തന്നെ ധാരാളമായിരിക്കും. അപ്പം നിങ്ങളുടെ യൂസേജ് എന്താണോ ആവശ്യം എന്താണോ അത് നോക്കിയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അൺബോക്സിങ്ങിൻ്റെ വിശേഷം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മൾ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. ക്യാച്ച് യു നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ പീസ്.